Hello guys, welcome back to my channel. It's me ALEENA. And the channel is subscribe cheyidittilengil ippole thanne poi subscribe cheya. Ante thottappurathu oru kunju bell icon undu adumey koodi ഒന്ന് click cheya. Adil click cheyyumbol all ennulla option click cheya. Annale njan videos post cheyyumbol ninge regular aayittu miss cheyande കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് സ്കിൻ കെയർ ഡേ ചാലഞ്ച് 6 ആണ്. നാളെയാണ് നമ്മുടെ അവസാനത്തെ ദിവസം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഇത് എല്ലാവരുടെ വീട്ടിൽ ഇത് എന്തായാലും ഉണ്ടാവും. തക്കാളിയാണ്, ടൊമാറ്റോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ക്ലെൻസ് ചെയ്ത ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ടൊമാറ്റോ ചില സ്കിൻകാർക്ക് അലർജി ഉണ്ടാവും, ചിലവർക്ക് അലർജി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അലർജി ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ചെറിയൊരു ലിക്വിഡ് എടുക്കുക, പ്യൂരി എടുക്കുക, എന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ ഇറിറ്റേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിക്കരുത്. അവിടെ തേച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പം അറിയാൻ പറ്റും നിങ്ങൾക്ക് വല്ല ഇറിറ്റേഷനോ അലർജീസോ ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൊമാറ്റോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം വീട്ടിൽ. പക്ഷെ ഇതെന്തായാലും എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് റെഗുലർലി സർക്കുലർലി വേണം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. ഒരു സ്ഥലത്ത് ഒരു 5 to 6 സെക്കൻഡ്സിന് മുന്നേ വെക്കരുത്. ടൊമാറ്റോയിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ടൊമാറ്റോ ഇടുന്നത് മിക്കുള്ളവരും സ്കിൻ വൈറ്റനിങ്, ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് ഇത് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഞാൻ മുന്നേ സാലിസിലിക് ആസിഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചില വീഡിയോസിൽ. അപ്പൊ ഇതിലൊരു ചെറിയ കണ്ടന്റ്, സാലിസിലിക് ആസിഡിന്റെ ഒരു ചെറിയ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്നെ ഉള്ള സ്കിന്നിന് വളരെ നല്ലതാണിത്. പിന്നെ ഇത് ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് എന്താണെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു തരം ജേംസ്, ബാക്ടീരിയ അങ്ങനെയൊക്കെ പറയാം നമ്മുടെ ബോഡിയിൽ സ്കിന്നിലൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റുന്നത് പൊല്യൂഷൻ കാരണം. അപ്പം അതിനെ കില്ല് ചെയ്യാൻ പറ്റും, അതിനെ ഫൈറ്റ് ചെയ്ത് അതിനെ കില്ല് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ റിന്യൂവൽ ഓഫ് സെൽസ്, പുതിയ പുതിയ സെൽസിനെ ബിൽഡ് ചെയ്യും, റിജനുവേഷൻ. പിന്നെ ഇതിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യും, നമ്മുടെ നാച്ചുറൽ സ്കിന്നിന് ഡെഡ് സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, ഇതിൽ ബ്രൈറ്റ്നെസ് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബ്രൈറ്റ്നെസ് വരുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫേസിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഡൾനെസ് മാറും. മിക്കുള്ളവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഡൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൾനെസ് മാറ്റാൻ പറ്റും. അങ്ങനെ എല്ലാനും ഉണ്ട്. പിന്നെ എന്താ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിൽ. കൊളാജനും ഇലാജിനെയും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാനും മിക്കുള്ളവർക്കും എല്ലാനും അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ടൊമാറ്റോ. എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ നല്ല ഇതൊക്കെ വേണമെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അടുക്കളയിൽ കുക്ക് ചെയ്യണ സമയത്തോ, അല്ലെങ്കിൽ ഈ കുക്ക് ചെയ്തിട്ട് ഈ തക്കാളിന്റെ ഫസ്റ്റത്തെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്യാറില്ലേ ചിലവരുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആ ഭാഗം എടുത്തിട്ട് മൂത്ത് റെഗുലർലി എല്ലാ ദിവസവും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലതാണ്. പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറും. ഇനി ഒരു ക്യൂബ് കഴിയുമ്പോൾ അടുത്ത ക്യൂബ് എടുക്കുക. ഇനി ഞാൻ കഴുത്തിലാണ് അപ്ലൈ ചെയ്യാൻ പോണേ. പിന്നെ ഇത് ഉണ്ടാക്കാനൊന്നുമില്ല, മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് പ്യൂരി ഐസ് ക്യൂബ് കണ്ടെയ്നറിൽ വെക്കുക ഒരു 2 hours. അപ്പോഴേക്ക് ഇതുപോലത്തെ ഐസ് ക്യൂബ്സ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ആക്നെ ഉള്ള സൈഡ്സ് ഒക്കെ റെഡിഷ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് നല്ലോണം കംപ്രസ് ആവുന്നുണ്ട്, ആക്നീസിനെ കംപ്രസ് ആവുന്നുണ്ട്, ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. സർക്കുലർലി നല്ലോണം ചെയ്യുക. ഇത് ഈ ടൊമാറ്റോ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. ഞാൻ ഒരിടയ്ക്ക് ഇത് റെഗുലർലി യൂസ് ചെയ്യായിരുന്നു. നല്ലൊരു എഫക്റ്റാണ്. ആക്നീസിനെ കില്ല് ചെയ്യാൻ പറ്റും, പിന്നെ ബ്ലെമിഷസിനെ മാറ്റാൻ പറ്റും നല്ലോണം. ഇനി നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലായിടത്തും ഒന്ന് അപ്ലൈ ആക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എന്താ പറയുക ജ്യൂസ് ഉണ്ടാവും. അപ്പം അതൊന്ന് കൈമാക്കിയിട്ട് ഈ 2 സൈഡിലും ആക്കാം. പിന്നെ കൈയും സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു മസാജ് ചെയ്യാൻ. ഞാനിതൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ടൈമാണെങ്കിൽ കൊറോണയാണ്, പ്രത്യേകിച്ച് എക്സ്ട്രാ കെയർ എടുക്കണം, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ മസാജ് ഫുൾ സ്റ്റെപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐസ് ക്യൂബ് ഫേഷ്യൽ ഡേ 1 ഞാൻ ഫുൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം.
മസാജ് ചെയ്ത് കഴിഞ്ഞു. മസാജ് എന്തിനാ ചെയ്യണേന്ന് എല്ലാവർക്കും അറിയാലോ. ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ, സ്കിന്നിന്റെ സാഗിനെസ് മാറാൻ, ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ, ഓക്സിജൻ സപ്ലൈ കൂടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 5 to 6 minutes ചെയ്തു. എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഹീറ്റ് കാരണം സെബം സെക്രീഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നൊക്കെ ഒരു 15 to 20 minutes വരെ മസാജ് ചെയ്യുക. ഇനി ഇത് വെറുതെ വെള്ളം കൊണ്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോണർ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിൻ്റെ ഇടയിൽ. പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും. വന്നാലും എനിക്ക് എന്തെങ്കിലും മാറ്റണോ, നിങ്ങളുടെ ചിന്ത, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഫൈനൽ സ്കിൻ കെയർ ഡേ ചാലഞ്ചുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.